നിങ്ങളുടെ ഫോൺ ബാറ്ററി 100% ചാർജ് ചെയ്തിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടോ? അതുപോലെ ഫോൺ ചൂടാവുന്നുണ്ടോ? ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി നശിച്ചതല്ല, ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയും മൊബൈൽ ഡാറ്റയും ഒക്കെ തിന്നുന്നത്. അത് സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാം. നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററിയും ഡാറ്റയും നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോ അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ചെക്കിങ്, സെക്യൂരിറ്റി സ്കാനിങ്, ഈ പറഞ്ഞതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി വേഗം തന്നെ ഡ്രെയിൻ ആവുന്നതായിരിക്കും. പക്ഷെ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഇംപ്രൂവ് ആവും, ഫോണിന്റെ ഹീറ്റിംഗ് കുറയും, ഡാറ്റ യൂസേജ് കുറയും, ഫോൺ നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ഹിഡൻ മൊബൈൽ ട്രിക്സിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈലിന്റെ ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അവിടെ സെറ്റിംഗ്സ് കാണാൻ പറ്റും. ആ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നേരെ ജനറൽ എടുക്കുക. ജനറൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന എല്ലാ സെറ്റിംഗ്സും കണ്ടോ, നിങ്ങൾ എല്ലാ ഓപ്ഷനും കണ്ടോ, അത് ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും ഉണ്ടാകുക. ഇത് ഓൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ഉണ്ടോ, ഓഫർ ഉണ്ടോ, നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ. ഇതെല്ലാം ബാറ്ററി ഇന്റർനെറ്റ് നല്ല പോലെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന അൺനെസസറീസ് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ നിങ്ങൾ പുറകോട്ട് വരിക. പുറകോട്ട് വന്നതിന് ശേഷം വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നെറ്റ്വർക്ക് പ്രിഫറൻസ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൺ ആണെങ്കിലും ആപ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാത്ത സമയത്ത് പോലും ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ബാറ്ററി ഡ്രെയിൻ ആവും, ഡാറ്റ യൂസേജ് കൂടും, ഫോൺ ഹീറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി മൂന്നാമത്തെ സെറ്റിംഗ്സ് നോക്കാൻ വേണ്ടി നിങ്ങൾ വേണ്ടുമെന്ന് ബാക്കോട്ട് വരിക. ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന സെറ്റിംഗ്സിന്റെ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇംപ്രൂവ് ഹാംഫുൾ ആപ്സ് ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഓണാണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് യൂസ്ഫുൾ ആണ്, പക്ഷേ നിങ്ങളുടെ ബാറ്ററി യൂസേജ് ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് ഓഫ് ചെയ്താൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, APK ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. പ്ലേ സ്റ്റോർ കൂടിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മറിച്ച് നിങ്ങൾ APK, അതായത് വാട്സപ്പ് വഴി APK വഴി കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന APK ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഈ ഒരു സെറ്റിംഗ്സ് ഓഫാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞ 3 സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.